ഭാഷാ വിവാദം കത്തിനിൽക്കെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാവ്യനയം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തെക്കാൾ ഹിന്ദി പ്രോത്സാഹിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനുമാണ് ഈ നയം പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ആരോപിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്റ്റാലിൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നു. മണ്ഡല അതിർത്തി പുനർനിർണയത്തെയും അദ്ദേഹം വിമർശിച്ചു. ഇത് ദക്ഷിണേന്ത്യയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ വളർച്ചയെ പൂർണ്ണമായും തകർക്കുന്നതിനാൽ ഞങ്ങൾ ഈ നയത്തെ എതിർക്കുന്നു. സാമൂഹിക നീതിയായ സംവരണം NEP ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സഹായ തുക ഈ നയം നിഷേധിക്കുന്നുവെന്ന് സ്റ്റാലിൻ ആരോപിച്ചു. NEPയുടെ ഒരു പ്രധാന ഘടകമായ ത്രിഭാഷാ ഫോർമുലയെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് തമിഴ്നാട് കാണുന്നത്. NEP ഉൾപ്പെടെയുള്ള ചില കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ എതിർത്തതിന് കേന്ദ്രം സംസ്ഥാനത്തിലുള്ള ഫണ്ട് തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹിന്ദി ഭാഷ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഫണ്ട് നൽകില്ലെന്ന് പറയുന്നതിനേക്കാൾ വലിയ അരാജകത്വം വേറെയുണ്ടോ എന്നായിരുന്നു സ്റ്റാലിൻ ഉയർത്തിയ പ്രധാന ചോദ്യം. 1968 മുതൽ നിലവിലുള്ള ദ്വിഭാഷാ നയം സംസ്ഥാനം ഇനിയും തുടരുമെന്ന് DMK തലവൻ കൂടിയായ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഹിന്ദിയേക്കാൾ ഇന്ത്യയെ വികസിപ്പിക്കാൻ ശ്രമിക്കുക. ആയിരക്കണക്കിന് കോടി ചിലവഴിച്ചാലും സംസ്കൃതം വികസിപ്പിക്കാൻ കഴിയില്ല. ജനങ്ങൾ സംസാരിക്കാത്ത ഒരു ഭാഷ വികസിപ്പിക്കാൻ നിങ്ങൾ കോടികൾ ചിലവഴിക്കും. നിരവധി രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടതും ജനങ്ങൾ സംസാരിക്കുന്നതുമായ തമിഴ് ഭാഷയെ നിങ്ങൾ ഒറ്റിക്കൊടുക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തമിഴ്നാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. തമിഴ് ഭാഷ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കുറയുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. കൂടാതെ സ്റ്റാലിനും കൂട്ടരും വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെന്നും പ്രധാൻ ആരോപിച്ചിരുന്നു. അതേസമയം വിവാഹം കഴിഞ്ഞാൽ വേഗം തന്നെ കുട്ടികൾക്ക് ജന്മം നൽകണമെന്നാണ് നവദമ്പതികളോട് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. എന്നാൽ ഒരുപാട് കുട്ടികൾ വേണ്ടെന്നും ഉദയനിധി എടുത്തു പറഞ്ഞിരുന്നു. ചെന്നൈയിലെ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാദം. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടപ്പാക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്ന ആശങ്കയ്ക്കിടയിലാണ് ഉദയനിധിയുടെ ഈ പരാമർശം. നേരത്തെ മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഉത്തരേന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ഭയം എല്ലായിടത്തും വ്യാപകമാണ്. NDAയുടെ സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശ പാർട്ടിയുടെ ഒരു നേതാവും ആന്ധ്രാപ്രദേശിലെ ജനങ്ങളോട് കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീകൾക്ക് 50,000 രൂപ വീതം നൽകുമെന്നാണ് വിജയനഗരം MP വാഗ്ദാനം ചെയ്തത്.